Hi dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിലെ ആൾജിബ്ര ഓഫ് അരിത്മെറ്റിക് സീക്വൻസസ്. നമ്മൾ ഇതിനു മുമ്പ് സീക്വൻസിന്റെ ആൾജിബ്ര നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ എന്താണ് അരിത്മെറ്റിക് സീക്വൻസ്, എന്താണ് കോമൺ ഡിഫറൻസ്, പൊസിഷനും ടേമും തമ്മിലുള്ള ബന്ധം അല്ലെ, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് കാണാനുള്ള എക്സ്പ്രഷൻ, അതുപോലെ സമാന്തര ശ്രേണികളുടെ പ്രത്യേകത അല്ലെ, ഒരു സീക്വൻസിലെ ടേം ആണോ അല്ലയോ എന്ന് നോക്കാൻ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേംസ് അല്ലെ, പദങ്ങളുടെ എണ്ണം കാണാൻ n is equal to ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 അല്ലെ, അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസുകളിലായി ഡിസ്കസ് ചെയ്യും. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ആൾജിബ്ര ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്. അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്ര കാണാനുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. ശ്രദ്ധിക്കുക, ഞാനൊരു അരിത്മെറ്റിക് സീക്വൻസ് ഒരു സമാന്തര ശ്രേണി എഴുതുന്നു. 5, 8, 11, 14 ഇതൊരു സമാന്തര ശ്രേണിയാണ് അല്ലെ, ഒരു അരിത്മെറ്റിക് സീക്വൻസ്. നോക്കൂ, ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്താ? 8 - 5 3 അല്ലെ. എങ്ങനെയാണ് ഈ സീക്വൻസ് നമ്മൾ എഴുതുന്നത്? 5ലേക്ക് ഫസ്റ്റ് ടേം 5 അല്ലെ, അതിലേക്ക് 3 കൂട്ടാണ് അല്ലെ. ഒന്നാമത്തെ പദം അങ്ങനെ തന്നെ ഉണ്ട്. ആ ഒന്നാമത്തെ പദത്തിലേക്ക് ഒരു പ്രാവശ്യം 3 കൂട്ടുമ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ പദം അല്ലെ. ഈ ഒന്നാമത്തെ പദത്തിലേക്ക് തന്നെ 2 പ്രാവശ്യം 3 കൂട്ടുമ്പോഴാണ് നമുക്ക് മൂന്നാമത്തെ പദം കിട്ടുന്നത് അല്ലെ. ഇതിലേക്ക് ഒരു 3 കൂടി കൂട്ടുമ്പോൾ നമുക്ക് തേർഡ് ടേം കിട്ടും. അതിലേക്ക് ഒരു 3 കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഫോർത്ത് ടേം കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് ആൾജിബ്ര വെച്ചിട്ട് നമ്മുടെ ബീജഗണിത രൂപം വെച്ച് നമുക്ക് ഈ കാര്യം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. എഫ് എന്ന് നമുക്ക് ഫസ്റ്റ് ടേമിനെ റെപ്രസെന്റ് ചെയ്യാം. x1 അല്ലെങ്കിൽ x1ഉം f നമ്മൾ ഫസ്റ്റ് ടേമിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എഫ് ആദ്യ പദം, അതിലേക്ക് ഒരു ഡി കൂട്ടുമ്പോഴല്ലേ രണ്ടാമത്തെ പദം കിട്ടുന്നത് അല്ലെ. അതിലേക്ക് 2 ഡി കൂട്ടുമ്പോഴല്ലേ മൂന്നാമത്തെ പദം കിട്ടുന്നത് അല്ലെ. ഈ ഡിയിലേക്ക് ഒരു ഡി കൂടി കൂട്ടുന്നു. അപ്പോൾ അല്ലെങ്കിൽ മനസ്സിലാവാൻ വേണ്ടി എഫ് പ്ലസ് ഡി പ്ലസ് അല്ലെ. ഇനി ഇതിലേക്ക് അടുത്തത് എഫ് പ്ലസ് ഡി പ്ലസ് ഡി പ്ലസ് ഡി, ഇങ്ങനെയല്ലേ എഴുതി പോകുന്നത്. അപ്പൊ ഒന്ന് കൂടി ചുരുക്കി എഫ് എഫ് പ്ലസ് ഡി, എഫ് പ്ലസ് 2d, എഫ് പ്ലസ് 3d, എഫ് പ്ലസ് 4d എക്സെട്ര, ഇങ്ങനെയല്ലേ പോവാ. അപ്പൊ നോക്കൂ, ഫസ്റ്റ് ടേം ഒന്നാമത്തെ പദം എഫ് അങ്ങനെ തന്നെ ഉണ്ട്. ഇനി രണ്ടാമത്തെ പദം കിട്ടുന്നത് എങ്ങനെ? ഒന്നാമത്തെ പദം എഫ് ആണ്. രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിലേക്ക് ഒരു ഡി കൂട്ടിയതാണ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിലേക്ക് ഒരു ഡി കൂട്ടി. ഇനി തേർഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിലേക്ക് നോക്കി, എല്ലാ ടേമിലും എഫ് ഉണ്ട്, ഫസ്റ്റ് ടേം ഉണ്ട് അല്ലെ. അതിലേക്ക് എന്ത് മാത്രം കൂട്ടുന്നത്? ടി ആണ് കൂട്ടുന്നത്. എത്ര ടൈംസ് എന്നുള്ളതാണ് വളരെ ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ സെക്കൻഡ് ടേം ആണെങ്കിൽ ഒരു ഡി കൂട്ടും, തേർഡ് ടേം ആണെങ്കിൽ 2 ഡി കൂട്ടുന്നു, ഫോർത്ത് ടേം ആണെങ്കിൽ 3 ഡി കൂട്ടുന്നു, ഫിഫ്ത് ടേം ആണെങ്കിൽ 4 ഡി കൂട്ടുന്നു അല്ലെ. അപ്പൊ അഞ്ചാമത്തെ പദം എന്ന് പറയുമ്പോൾ 4 ഡി ആണ് കൂട്ടുന്നത്. ആറാമത്തെ പദത്തിലേക്ക് പദം എന്ന് പറയുമ്പോൾ സിക്സ്ത് ടേം എഴുതാൻ അതില് 5 ടേം ആണ് കൂട്ടുന്നത് അല്ലെ. അപ്പൊ നോക്കുക, അങ്ങനെയാണെങ്കിൽ nth ടേം കാണാൻ എഫ് പ്ലസ് എന്നാമത്തെ ടേം എന്ന് പറയുന്നത് ആറാമത്തെ പദമാകുമ്പോൾ എഫ് പ്ലസ് 5d. അപ്പൊ എന്നാമത്തെ പദമാണെങ്കിലോ എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നല്ലേ വരിക. എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി അല്ലെ. പത്താമത്തെ പദമാണെങ്കിലോ എഫ് പ്ലസ് 9d. 100ാമത്തെ പദമാണെങ്കിൽ എഫ് പ്ലസ് 99d. അങ്ങനെയാണെങ്കിൽ എന്നാമത്തെ പദമാണെങ്കിൽ എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി, എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ആണ് ആൾജിബ്ര അരിത്മെറ്റിക് സീക്വൻസ്. n is equal to f plus n minus 1 into d.
അപ്പൊ ഇതൊന്നും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എഫ് പ്ലസ് ഈ ഡീനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ, ഡി ഇൻറ്റു എൻ ഡി എൻ, ഈ ഡീനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം മൈനസ് ഡി. അപ്പൊ ഇതൊന്ന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. അപ്പൊ ഇതാണ് ഈ ഒരു എക്സ്പ്രഷൻ ഓർത്തിരിക്കാം. ഇതിന് തന്നെയാണ് പുതിയ എക്സ്പ്രഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്, ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഓൾജിബ്ര ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കാണാതെ പഠിച്ചു വെക്കണം. എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സമാന്തര ശ്രേണിയുടെ ഡിയും എഫും നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ, ഒരു സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പദവും, ആ സമാന്തര ശ്രേണിയിലെ ഏത് പദവും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ അതാണ് ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് തരുന്നത്. ഇതാണ് ആൾജിബ്ര ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്. ഈ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഒരു സമാന്തര ശ്രേണി, ഒരു അരിത്മെറ്റിക് സീക്വൻസ് എഴുതിയിട്ടുണ്ട്. 3, 7, 11, 15 അല്ലെ. ഇതിലെ ഫസ്റ്റ് ടേം എന്താ? എഫ് 3 ആണ് അല്ലെ. കോമൺ ഡിഫറൻസ് ഡി എന്താ? 7 മൈനസ് 3 അഥവാ 4 അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ സമാന്തര ശ്രേണിയുടെ ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ nth ടേം അഥവാ n-ാം പദം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ആൾജിബ്രായിക് ഫോർമുല അല്ലെങ്കിൽ ബീജഗണിത രൂപം xn എന്ന് വിളിച്ചു. xnന്റെ ഇക്വേഷൻ നമുക്കറിയാം, dn പ്ലസ് f മൈനസ്. ഓക്കെ. അപ്പൊ ഇതിന്റെ n-ാം പദം കാണാം, d ഇവിടെ എന്താ? 4n പ്ലസ് f എന്താ ഇവിടെ? 3 മൈനസ് d എന്താ? 4. സോ 4n പ്ലസ് 3 മൈനസ് 4 എന്ന് പറഞ്ഞാൽ മൈനസ് 1. 4n മൈനസ് 1. xn is equal to 4n മൈനസ് 1. ക്ലിയർ? അപ്പോ ഇങ്ങനെയാണ് ഈ ഒരു സമാന്തര ശ്രേണിയുടെ അരിത്മെറ്റിക് സീക്വൻസിന്റെ nth ടേം നമ്മൾ കാണാൻ പറഞ്ഞാൽ ആൾജിബ്രായിക് ഫോർമുല ക്വസ്റ്റ്യനിൽ വരിക, ഫൈൻഡ് ദി ആൾജിബ്രായിക് ഫോർമുല അല്ലെങ്കിൽ ഫൈൻഡ് ദി nth ടേം. രണ്ട് രൂപത്തിലും ചോദിക്കാം. ബീജഗണിത രൂപം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ n-ാം പദം കണ്ടുപിടിക്കുക, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ രണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ n-ാം പദം എന്ന് പറഞ്ഞാൽ, ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ nth ടേം എന്ന് പറഞ്ഞാൽ ആരെ കാണാന്നുള്ളതാണ് അർത്ഥം? xn. ആ xn കാണാനുള്ള എക്സ്പ്രഷൻ ആണ് dn പ്ലസ് f മൈനസ് d, where d is the common difference അഥവാ പൊതു വ്യത്യാസം, f is the first term. ഓക്കെ, ഒന്നാം പദം. Now ഇനി നമുക്ക് നോക്കാം, ഈ നമുക്ക് n-ാം പദം കിട്ടി. ഈ n-ാം പദത്തിൽ നിന്ന് നമുക്ക് ആരുണ്ടാക്കാൻ പറ്റും? ഈ ശ്രേണി ഉണ്ടാക്കാൻ പറ്റും, സീക്വൻസ് ഉണ്ടാക്കാൻ പറ്റും. നോക്കൂ, xn അല്ലേ നമുക്ക് അറിയുന്നത്? xn ആണ് 4n മൈനസ് 1 അല്ലെ. ഇനി നോക്കാം, ഈ 3 എന്ന് പറയുന്ന ഒന്നാമത്തെ പദമാണ് അല്ലെ. അപ്പൊ നമ്മൾ ശ്രേണി ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ടേം x1, n-ന്റെ സ്ഥാനത്ത് 1 കൊടുക്കും. അപ്പൊ 4 into 1 minus 1, 4 minus 1 equal to 3. അതല്ലേ ഫസ്റ്റ് ടേം. Then ഇനി x2, 4 into 2 minus 1, 8 minus 1 equal to 7. Then x3, 4 into 3 minus 1, 3 12, 12 minus 1 11. ഓക്കെ. അപ്പോ നമുക്ക് ഈ രൂപത്തിൽ എന്ത് കാണാൻ പറ്റും? Then അടുത്ത 15 നമുക്ക് ഇതേ രൂപത്തിൽ തന്നെ x4 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 15 കിട്ടും. അപ്പോ ഒരു സമാന്തര ശ്രേണിയുടെ അരിത്മെറ്റിക് സീക്വൻസ് തന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് n-ാം പദം, nth ടേം കണ്ടുപിടിക്കാൻ കഴിയും. ആ ഒരു nth ടേം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് ആരുണ്ടാക്കാൻ കഴിയും? ആ സമാന്തര ശ്രേണി അല്ലെങ്കിൽ ആ അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. ഓക്കെ. ഇനി മറ്റൊരു സീക്വൻസ് നോക്കാം. നാല് 8 12 16. ഇവിടുത്തെ എഫ് എന്താ വരിക? എഫ് is equal to 4, d is equal to 4 അല്ലേ. അങ്ങനെയാണെങ്കിൽ xn എന്ന് പറഞ്ഞാൽ dn പ്ലസ് f മൈനസ് d എന്ന് പറയുന്നത് 4n പ്ലസ് 4 മൈനസ് 4. അപ്പൊ ആൻസർ എന്ത് വന്നു? 4n. 4 മൈനസ് 4 എന്ന് പറയുന്നത് 0 ആയിരിക്കും. 4n. അപ്പൊ 4n, 4ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ, 4ന്റെ ഗുണിതങ്ങൾ അല്ലേ ഇത്?
സോ അതിന്റെ nth ടേം 4. അപ്പൊ x ന് 1 കൊടുക്കുകയാണെങ്കിൽ 4 × 1 4, x ന് 2 കൊടുത്താൽ x2 സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 4 × 2 8, തേർഡ് ടേം x3 എന്ന് പറയുന്നത് 4 × 3 12. അപ്പോ ഒരു nth ടേം കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് സീക്വൻസ് എഴുതാം, സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് nth ടേമും എഴുതാൻ പറ്റും. ക്ലിയർ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. പത്ത് 8 6 4 2 എന്താ ഇവിടുത്തെ എഫ് 10 ആണ് അല്ലേ? ഡി എന്താ വരിക? ഈ സമാന്തര ശ്രേണിയുടെ പ്രത്യേകത എന്താ? കുറഞ്ഞു കുറഞ്ഞു പോവാണ് അല്ലേ? 2 കുറഞ്ഞു കുറഞ്ഞു പോവാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? -2 കൂട്ടി കൂട്ടി പോവാന്ന് പറയാം. നീ കുറച്ചു നോക്കിയാൽ മതി. നീ അതിന് കൺഫ്യൂഷൻ 8 - 10 അല്ലേ? രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറക്കല്ലേ? 8 - 10 വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. വലിയ സംഖ്യയിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. അപ്പൊ 10 ന് 8 കൊടുത്താൽ 2 വലിയ സംഖ്യയുടെ ചിഹ്നം -2. അപ്പോൾ എഫ് 10 ആണ്, ഫസ്റ്റ് ടേം 10 ആണ്, ഡി എന്താണ്? -2. എന്ന് നോക്കാം. nth ടേം നോക്കാം. n വോൾട്ട് ബ്രാക്കറ്റ് എക്സ്പ്രഷൻ xn is equal to dn plus f minus d. Okay, then which is equal to dn. d എന്ന് പറയുന്നത് -2n plus f എന്ന് പറയുന്നത് 10 minus d ഇവിടെ -2. Okay, then അതെന്ത് വരും? മൈനസ് ഇങ്ങോട്ട് എഴുതുന്നു xn is equal to -2n പ്ലസ് 10 മൈനസ് -2, രണ്ട് നെഗറ്റീവ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ആവും. അപ്പൊ 10 പ്ലസ് 2 മൈനസ് മൈനസ് എന്നുള്ളത് പ്ലസ് ആയി മാറും. അപ്പൊ 10 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 12 -2n പ്ലസ് 12 -2n പ്ലസ് 12 ചെയ്ത് നോക്കൂ. 1 കൊടുത്തു നോക്കൂ. അപ്പൊ -2 × 1 എന്ന് പറഞ്ഞാൽ -2 അല്ലേ? -2 പ്ലസ് 12 എന്ന് പറഞ്ഞാൽ 10 അല്ലേ? ഓക്കെ, ഈ 2 കൊടുത്തു നോക്കൂ. -2 × 2 അപ്പൊ -4 ഒന്നും ഇല്ലേ? -4 പ്ലസ് 12 -4 പ്ലസ് 12 എന്നാണ് 12 -4 -4 പ്ലസ് 12 എന്നാണ് 12 -4. അതാരാ? 8 അല്ലേ? അപ്പൊ ഇതായിരിക്കും അതിന്റെ nth ടേം. ക്ലിയർ? ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഞാനൊരു n പദം എഴുതുന്നു. xn is equal to 3n minus 1. xn is equal to 3n minus 1. ഓക്കെ, അവിടെ ശ്രദ്ധിക്കുക. ഇനി ഇതിന് ടേം എങ്ങനെ എഴുതാം? സീക്വൻസ് എഴുതാം. x1 is equal to 3 × 1 minus 1 അഥവാ 3 minus 1 equal to 2. Then x2 എന്താ വരിക? 3 × 2 minus 1 അല്ലേ? 3 × 2 6 minus 1 equal to 5. അടുത്ത x3 3 × 3 minus 1 9 minus 1 equal to 8. How the sequence of value? Therefore sequence 2 5 8 etc. അല്ലേ? 2 3 5 5 3 8 മൂന്നാണ് കോമൺ ഡിഫറൻസ്. ക്ലിയർ? ഇനി അപ്പോ നമുക്ക് ഒരു സമാന്തര ശ്രേണി കിട്ടിക്കഴിഞ്ഞാൽ അതിന് nth ടേം കാണാം. nth ടേം കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് സമാന്തര ശ്രേണി കാണാം. ഓക്കെ, ഇനി പറയുന്ന കാര്യം നന്നായി ശ്രദ്ധിക്കാം. നമ്മളിപ്പോ ഇതുവരെ കണ്ടുപിടിച്ച nth ടേമുകളൊക്കെ നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് എഴുതി കഴിഞ്ഞാൽ 3n minus 1, അതുപോലെ xn is equal to 4n അല്ലെ? ഇതിനോട് കൂടെ ഒരു ടേം ഉണ്ടെങ്കിൽ +0 എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം അല്ലെ? xn is equal to 4n മാത്രമാണെങ്കിൽ 4n + 0 എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഒഴിവാക്കാം അല്ലെ? അവിടെ ഒരു ടേം നമുക്ക് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. ഈ xn is equal to വേറെ എഴുതാണെങ്കിൽ 2n + 1. ഇതൊക്കെ nth ടേമുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കൊരു ജനറൽ എക്സ്പ്രഷൻ നമുക്ക് ആർക്ക് എഴുതാൻ പറ്റും? അരിത്തമെറ്റിക് സീക്വൻസിന്റെ nth ടേമിന് നമുക്കൊരു ജനറൽ എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. ആ ജനറൽ എക്സ്പ്രഷൻ ആണ് xn is equal to
an plus b. xn is equal to an plus b. അപ്പോൾ an plus b എന്ന് പറയുന്നത് ഈ ഫോർമുലയായിരിക്കും, ഈ ഒരു ജനറൽ ഫോർമുലയായിരിക്കും എല്ലാ അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിന്റെ nth ടേം എന്ന് പറയുന്നത് എപ്പോഴും an plus b എന്ന് പറയുന്ന ഫോമിൽ ആയിരിക്കും അല്ലേ. അപ്പൊ നോക്കാം, നമ്മുടെ nth ടേം എന്ന് പറയുന്നത് dn plus f minus d അല്ലേ, dn plus f minus d അല്ലേ. അപ്പോൾ നോക്കാം ഈ an എന്നുള്ളത് dn അല്ലേ. അപ്പൊ a എന്ന് പറയുന്നത് ആർക്ക് തുല്യമാണ്? b ക്ക് തുല്യമാണ്. പിന്നെ ഈ f minus d എന്ന് പറയുന്ന സ്ഥാനത്ത് b എന്ന് കൊടുക്കും. ക്ലിയർ? ഈ f minus d എന്ന് പറയുന്ന സ്ഥാനത്ത് ആരെ കൊടുക്കുന്നു? b എന്ന് കൊടുക്കും. അപ്പൊ നോക്കാം, ഇനി നമുക്ക് ഇതിന്ന് ഒരു കാര്യം കൂടി നമുക്ക് പറയാനുള്ളത്, നോക്കാം ഏത് nth ടേം നമുക്ക് തന്നു കഴിഞ്ഞാലും അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഡിയും എഫ് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസവും ഒന്നാമതും ഫസ്റ്റ് ടേം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കൂ, ഇവിടെ 3n-1 എന്നാണ് അല്ലേ. നമ്മുടെ ജനറൽ എക്സ്പ്രഷൻ dn plus f minus d. എന്നിനോട് ഗുണിച്ചു നിൽക്കുന്നത് എപ്പോഴും ആരായിരിക്കും? ആ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് ആയിരിക്കും. കാരണം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് dn ആണ്, dn plus f minus d. അപ്പൊ എന്നിന്റെ ഗുണോത്തരം നമ്മൾ പറയുന്നത് അല്ലെ, ഗുണോത്തരം കോഎഫിഷ്യന്റ്. ഇവിടെ എന്നിന്റെ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ എന്നിന്റെ ഗുണോത്തരം എന്നിനോട് ഗുണിച്ചു നിൽക്കുന്നത് d ആണ്, കോമൺ ഡിഫറൻസ് ആണ്, പൊതുവ്യത്യാസമാണ്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏതാ പൊതുവ്യത്യാസം? 3 ആണ്. തൊട്ട് മുന്നേ ചെയ്ത് നമ്മൾ 3 അല്ലേ പൊതുവ്യത്യാസം വന്നത്. ദെൻ 4ന്റെ ഗുണിതങ്ങളാണ്. അപ്പൊ 4 അല്ലേ അവിടുത്തെ പൊതുവ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. ഈ ശ്രേണിയാണെങ്കിലോ ഇവിടുത്തെ പൊതുവ്യത്യാസം ആരായിരിക്കും? 2. ക്ലിയർ? ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നോക്കൂ, ഈ ഒരു എക്സ്പ്രഷനിൽ എഫ് മൈനസ് ഡി എന്ന് പറയുന്നത്, ഇപ്പൊ ഈ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ എഫ് മൈനസ് ഇവിടെ പ്ലസ് ആണല്ലേ. അപ്പൊ എഫ് മൈനസ് ഡിയുടെ സ്ഥാനത്ത് ഇവിടെ ആരാണത്? എഫ് മൈനസ് ഡിയുടെ സ്ഥാനത്ത് ആരാണത്? -1 അല്ലേ. നമുക്ക് ആരാണത്? എഫ് ആണ് വേണ്ടത്. എഫ് എന്ന് പറഞ്ഞാൽ -1, ഈ മൈനസ് ഡി കൊണ്ട് വന്നാൽ പ്ലസ് ഡി അല്ലേ. അപ്പൊ -1 പ്ലസ് ഡി ആരാ? ഇവിടെ നമുക്ക് കിട്ടും എന്നിന്റെ ഗുണോത്തരം 3 ഈക്വൽ ടു -1 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 2 പ്ലസ് 2. വലിയ സംഖ്യയിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിരിച്ചു പ്ലസ് 2. ക്ലിയർ? അപ്പോൾ നോക്കൂ, ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? -1 എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്പറാണ്, 3 എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ് അല്ലെ. അത് രണ്ടും കൂടി ആഡ് ചെയ്യും. ക്ലിയർ? ഇവിടെ എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞ സ്ഥാനത്ത് 0 അല്ലേ. ഇവിടെ നോക്കൂ, ഇവിടെ എഫ് മൈനസ് ഡി എന്ന് പറയുന്ന സ്ഥാനത്ത് 0 അല്ലേ ഉള്ളത്. ഇവിടെ ആ ടേം ഉണ്ടോ? ഇവിടെ വേണമെങ്കിൽ +0 എന്ന് കൊടുക്കാം അല്ലെ. ആ ടേം ഉണ്ടോ? ഇല്ല. അപ്പൊ എഫ് മൈനസ് ഡി എന്ന് പറയുന്ന സ്ഥാനത്ത് 0 ആണ്. അപ്പൊ എഫ് ഈക്വൽ ടു ഡി, എഫും ഡിയും തുല്യമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആദ്യ പദവും പൊതുവ്യത്യാസവും ആരാണ്? 4 ആണ്. ഓക്കെ, ഇനി അടുത്ത ടേം നോക്കാം. ഈ ഒരു nth ടേം നോക്കൂ, ഇവിടെ എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഡി അഥവാ 1 പ്ലസ് 2 ഈക്വൽ ടു 3. എഫ് ആരാ? 3 ആണ്. അപ്പൊ നോക്കൂ, ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ 2 എന്ന് പറയുന്നത്, ശ്രദ്ധിക്കാം, ഈ 2, 4, 3 എന്നൊക്കെ പറയുന്നത് എന്നിന്റെ കോഎഫിഷ്യന്റ് ആണ്, എന്നിന്റെ ഗുണോത്തരങ്ങളാണ്. അതാണ് ഇതിന്റെ ആ അരിത്മെറ്റിക് സീക്വൻസിന്റെ സമാന്തര ശ്രേണിയുടെ എന്ത് എന്ന് പറയുന്നത്? പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ്. ഇനി ഫസ്റ്റ് ടേം ഒക്കെ നമ്മൾ കണ്ടു. ഫസ്റ്റ് ടേം ഒക്കെ നോക്കി നിങ്ങൾ നോക്കൂ, 1 പ്ലസ് 2 ഈ രണ്ട് നമ്പറിൽ ആഡ് ചെയ്തിട്ടുള്ളത് -1 പ്ലസ് 3, -1 പ്ലസ് 3 ആഡ് ചെയ്തിട്ടുള്ളത് 4 പ്ലസ് 0 അല്ലെങ്കിൽ ഈക്വൽ ടു 4 അല്ലേ. 4 പ്ലസ് 0 ഇത് 4 അല്ലേ അല്ലേ. അപ്പൊ നോക്കൂ, ഒരു nth ടേം നമുക്ക് തന്നു കഴിഞ്ഞാൽ, ഈ ഒരു ഫോർമുല, ജനറൽ ഫോർമുല നമ്മൾ പറഞ്ഞു, an plus d ഫോർമുല ആയിരിക്കും ഒരു n-ാം പദത്തിന്റെ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ എന്തുണ്ടാവുക? n-ാം പദം ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്നിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും അവിടുത്തെ കോമൺ ഡിഫറൻസ് എന്നും അവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഈ എ ബിയും കൂട്ടിയതാണ്. അതായത് d is equal to a and f is equal to a plus d is equal to a, common difference a ആയിരിക്കും, f is equal to a plus b. Clear?
നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഒന്നുകൂടെ ക്ലിയർ ആവും. ശ്രദ്ധിക്കാം. xn is equal to 3n minus 4. 3n minus 4. ഈ nth ടേമിന്റെ d എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു n-ന്റെ കോഎഫിഷ്യന്റ് ആണ്. ആരാ? നമ്മൾ ചെയ്തു നോക്കേണ്ട കാര്യമുണ്ടോ? x1 x2 x3 ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ അതിന്റെ x2 x1 കുറച്ച് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഈ നേരെ നോക്കി കഴിഞ്ഞാൽ f എന്തായിരിക്കും? ഇത് a പ്ലസ് b. നമ്മൾ നേരത്തെ പറഞ്ഞു an പ്ലസ് b ആണെങ്കിൽ a പ്ലസ് a രണ്ട് സംഖ്യ കൂട്ടുക. അപ്പൊ ഇവിടെ ഏതൊക്കെ രണ്ട് സംഖ്യ? 3ഉം മൈനസ് 4. ഇവിടെ കൺസിഡർ ഈ നെഗറ്റീവ് സൈൻ കൺസിഡർ ചെയ്യണം. കാരണം നമ്മൾ ജനറൽ ഫോർമുലയിൽ an പ്ലസ് b എന്നാണ് പറയുന്നത്. xn is equal to an plus b. ഇവിടെ പോസിറ്റീവ് ആണ്, പക്ഷെ ഇതിൽ നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ നെഗറ്റീവ് സൈഡ് കൺസിഡർ ചെയ്യണം. അപ്പൊ 3 പ്ലസ് മൈനസ് 3 മൈനസ് 4 അഥവാ മൈനസ് 1. For example, നോക്കാം. xn is equal to 1/2n plus 1. 1/2n plus 1. അപ്പൊ ഇവിടുത്തെ d എന്ന് പറയുന്നത് ആരാ? 1/2. f ആരാ? 1/2 plus 1 അഥവാ 1.5. ക്ലിയർ ആയല്ലോ? അപ്പൊ nth ടേം കാണാനുള്ള എക്സ്പ്രഷൻ dn plus f minus t. അതിന്റെ ഒരു ജനറൽ ഫോർമുല നമ്മൾ പറയാം xn is equal to an plus b, where a is the common difference and a plus b is the first term. അടുത്തത് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ പ്രോബ്ലമാണ്. The eighth term of an arithmetic sequence is 12 and its 12th term is 8. What is the algebraic expression for this sequence? ഒരു സമാന്തര ശ്രേണിയുടെ 8ാം പദം 12ഉം 12ാം പദം 8ഉം ആണ്. ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്താണ്? ഈ പ്രോബ്ലത്തിൽ സമാന്തര ശ്രേണിയുടെ 8ാം പദം 12 എന്നും 12ാം പദം 8 എന്നും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? 8th ടേം 12 ആണ്, 12th ടേം 8 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ അഥവാ n-ാം പദം കണ്ടുപിടിക്കും. സോ n-ാം പദത്തിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. xn is equal to dn plus f minus t. dn plus f minus t. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിലേക്ക് d നമുക്ക് കിട്ടണം, പിന്നെ ആര് കിട്ടണം? f ഉം കിട്ടണം അല്ലേ? അപ്പൊ d കിട്ടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? രണ്ട് ടേംസും ആ രണ്ട് ടേമിന്റെ പൊസിഷനുമാണ് നമുക്ക് തന്നതെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലെ? പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബൈ പദസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ d is equal to 8 minus 12 divided by 12 minus 8 അല്ലെ? 8 minus 12 എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ചിഹ്നങ്ങളാണല്ലേ? വലിയ സംഖ്യയിൽ നിന്ന് ചെറുത് കുറച്ച് വലുത് മൈനസ് 4. 12 മൈനസ് 4 8 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ മൈനസ് 4/4 എന്ന് പറഞ്ഞാൽ മൈനസ് 1. ക്ലിയർ? അപ്പോൾ d is equal to minus 1. ഓക്കെ. നൗ ഇനി d കിട്ടി, ഇനി നമുക്ക് ആരെ വേണം? f വേണം അല്ലേ? f ന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം, ഏതെങ്കിലും ഒരു ടേം. അപ്പോൾ നമുക്കറിയാം x8 എന്ന് പറഞ്ഞാൽ 12 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? x8 എന്താണ്? 12 ആണ്. 8ാമത്തെ പദം 12 ആണ്. നോക്കാം, x8 നമുക്ക് കിട്ടുന്നത് x1 കൂടെ അല്ലെങ്കിൽ f-നോട് കൂടെ അല്ലെ? ഫസ്റ്റ് ടേമിനോട് കൂടെ എത്ര d കൂട്ടുമ്പോഴാണ്? 7 d കൂട്ടുമ്പോഴല്ലേ നമ്മൾ പറഞ്ഞിരുന്നു f plus n minus 1 into d. അതിനാണ് നമ്മൾ dn plus f minus d കണ്ടുപിടിച്ചത് അല്ലെ? ഒന്നാമത്തെ പദം f, രണ്ടാമത്തെ പദം എന്ന് പറഞ്ഞാൽ f-നോട് കൂടി ഒരു d കൂട്ടുന്നു, മൂന്നാമത്തെ പദം എന്ന് പറഞ്ഞാൽ f-നോട് കൂടി 2 d കൂട്ടുന്നു, നാലാമത്തെ പദം f-നോട് കൂടി 3 d കൂട്ടുന്നു, 10ാമത്തെ പദം f-നോട് കൂടി 9 d കൂട്ടുന്നു, 100ാമത്തെ പദം f-നോട് കൂടി 99 d കൂട്ടുന്നു അല്ലെ? അങ്ങനെയാണെങ്കിൽ 8ാമത്തെ പദം f-നോട് കൂടി 7 d കൂട്ടുന്നു. 7d equal to 12. അങ്ങനെയാണെങ്കിൽ f അല്ലേ നമുക്ക് വേണ്ടത്? f എന്ന് പറഞ്ഞാൽ 12 ഈ പ്ലസ് 70 ഇങ്ങോട്ട് കൊണ്ടുവരാം, മൈനസ് 70. ഓക്കെ, ഇവിടെ എഴുതുന്നു. അപ്പോൾ f is equal to 12 മൈനസ് 7 into d എന്താ? മൈനസ് 1 അല്ലേ? ഈക്വൽ ടു 12
നോക്കാം, -1 into 7 എന്താ -7. ഓക്കെ, ഇനി ഈ മൈനസിന് മൈനസ് എന്താവും നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് ആവും അല്ലെ, പ്ലസ് ആവും. രണ്ട് നെഗറ്റീവ് അടുപ്പിച്ച് വരികയാണെങ്കിൽ പോസിറ്റീവ് ആവും. സോ 12 plus 7 എന്ന് പറയുമ്പോൾ 19. അപ്പൊ f is equal to നമുക്ക് എന്ത് കിട്ടി 19. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ആരെ കാണാം, nth ടേം കാണാം. അപ്പൊ nth ടേം എന്താ വരിക, xn is equal to dn plus f minus d. അപ്പൊ d ഇവിടെ -1 into n അല്ലേ, പ്ലസ് f ആരാ 19 മൈനസ് d എന്താ -1 അല്ലേ. സോ -1 into n എന്ന് പറഞ്ഞാൽ -n പ്ലസ് 90 മൈനസ് -1 ആണ് ഇവിടെ പ്ലസ് ആവില്ലേ, മൈനസ് അടുപ്പിച്ച് വന്നു, പ്ലസ് 90 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 20. അപ്പോൾ xn is equal to -n plus 20 അല്ലെങ്കിൽ 20 minus n അങ്ങനെ എഴുതാം. -n plus 20 അല്ലെങ്കിൽ 20 minus n. അപ്പൊ ഇതാണ് ആ പ്രോബ്ലത്തിന്റെ എന്ത് nth ടേം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയുമ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് 8ാമത്തെ ടേം 12 ആണ് തന്നിട്ടുണ്ട്, 12ാമത്തെ ടേം 8 ആണ് തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് nth ടേം ആണ്, ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്, അഥവാ ബീജഗണിത രൂപമാണ് അല്ലെ, n-ാം പദം. അപ്പൊ n-ാം പദത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം, xn is equal to dn plus f minus d ആണ്. അപ്പോൾ അതിന് d നമുക്ക് വേണം, f ഉം കാണാം അല്ലെ. d കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, രണ്ട് ടേമും ആ രണ്ട് ടേമിന്റെ പൊസിഷനും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലെ, പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബൈ പദസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ 8 മൈനസ് 12, 12 മൈനസ് 8, -4/4 ഈക്വൽ ടു -1 എന്ന്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് f കാണാം. f കാണാൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം. x8 ഈക്വൽ ടു 12 എന്ന് എടുക്കാം. ആ x8 ഈക്വൽ ടു 12 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം f പ്ലസ് 7d ആണ്. x8 കിട്ടുന്നത് f നോട് കൂടെ 7d കൂട്ടുമ്പോഴാണ്. ഇനി നിങ്ങൾ x12 എടുക്കുകയാണെങ്കിലോ f പ്ലസ് 11d എന്ന്, ദാറ്റ്സ് ഈക്വൽ ടു 8 എന്ന് എഴുതണം. അതിൽ നിന്ന് നമുക്ക് കിട്ടുക ഇതേ f is equal to 19 ആയി. ഓക്കെ, അത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ f 19 എന്ന് കിട്ടി. then x and nth term ആണ്, nth term is equal to dn plus f minus d minus 1 into n plus 90 minus n plus 2. Here. Next problem. Prove that the arithmetic sequence with the first term 1/3 and common difference 1/6 contains all natural numbers. ആദ്യപദം 1/3 പൊതുവ്യത്യാസം 1/6 ആയ സമാന്തര ശ്രേണിയിൽ എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ട് എന്ന് തെളിയിക്കുക. നമുക്കിവിടെ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് ഫസ്റ്റ് ടേം ആണ് അല്ലെ, ഒന്നാമത്തെ പദം 1/3, കോമൺ ഡിഫറൻസ് 1/6, പൊതുവ്യത്യാസം 1/6. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ശ്രേണി എഴുതി പോവുകയാണെങ്കിൽ അല്ലെ, ഈ അരിത്മെറ്റിക് സീക്വൻസ് നമ്മൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അതിൽ എല്ലാ കൗണ്ടിങ് നമ്പേഴ്സ്, എല്ലാ നാച്ചുറൽ നമ്പേഴ്സും, എല്ലാ എണ്ണൽ സംഖ്യകളും ഈ ഒരു ശ്രേണിയിൽ വരുന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇതിന്റെ nth ടേം ഒന്ന് കണ്ടുപിടിക്കണം. nth ടേം വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പൊ nth ടേം കാണാൻ വേണ്ടി xn is equal to dn plus f minus d. dn plus f minus d. d എന്ന് പറഞ്ഞാൽ 1/6n plus f minus d എന്ന് പറയുമ്പോൾ ഇവിടെ f ന്റെ സ്ഥാനത്ത് 1/3 minus d യുടെ സ്ഥാനത്ത് 1/6. അപ്പോൾ 1/6n plus 1/3 minus 1/6, 1 into 6 അല്ലെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. രണ്ട് ഭിന്നസംഖ്യകൾ എന്ത് ചെയ്യാണ്, രണ്ട് ഫ്രാക്ഷൻസ് എന്ത് ചെയ്യാണ്, കുറക്കാണ്. 1 into 6 6 minus 1 into 3 3 divided by 3 into 6 18 equal to 1/6n plus 6 minus 3 എന്ന് പറയുമ്പോൾ 3/18 equal to 1/6n plus 3/18. നമുക്കൊന്ന് ചെറുതാക്കി ഇവിടെ എങ്ങനെ എഴുതാം, 3 ഇവിടെ 3 6 18 അല്ലേ, 3 ഒരു പ്രാവശ്യം 3 6 18 അല്ലേ, 1/6n പ്ലസ് 6 അല്ലേ. ഇതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഡിനോമിനേറ്റർ രണ്ടും സെയിം അല്ലേ, സോ അപ്പൊ ന്യൂമറേറ്റർ നമ്മൾ ആഡ് ചെയ്യാം n plus 1/6.
അപ്പൊ നമുക്ക് nth ടേം എന്ത് കിട്ടി? xn is equal to n plus 1/6 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എല്ലാ എണ്ണൽ സംഖ്യകളും ജസ്റ്റ് കുറച്ച് സീക്വൻസ് നമുക്ക് എഴുതി നോക്കാം. ഒന്നാമത്തെ പദം 1/3. ദെൻ അടുത്തത് വരികയാണെങ്കിൽ എക്സ് എന്നിന് പകരം 2 കൊടുക്കാം. 2 + 1 3/6 അല്ലെ? 3/6 എന്ന് പറഞ്ഞാൽ 1/2 തുല്യല്ലേ? 3/6 3 ഒരു പ്രാവശ്യം, 6 3 2 പ്രാവശ്യം. സോ 1/2. ദെൻ ഇനി അടുത്ത് 2 കൊടുത്തു അല്ലെ? 2 കൊടുത്തു. ഇനി അത് 3 കൊടുക്കാം. 3 + 1 4/6 അല്ലെ? 4 പകുതി 2 2/3 അല്ലെ? ഇതിന് നേരെ പകുതി ഇട്ടു. 2 ഇരട്ട സംഖ്യകളല്ലേ? അപ്പോ 2/3 അല്ലെ? 1/3 1/2 2/3. ഇനി അടുത്ത് എന്താ വരാൻ നോക്കാം. അപ്പോ 1 കൊടുത്തു, 2 കൊടുത്തു, 4 കൊടുക്കാം. 4 + 1 5/6 അല്ലെ? ഇനി അടുത്ത 6 കൊടുക്കാം. 5 കൊടുക്കാം. 5 + 1 6. അപ്പൊ 6/6 നോക്കുന്നല്ലേ? ഓക്കെ, ഈ സീക്വൻസിൽ ഇപ്പൊ ഇവിടെ നമുക്ക് എന്തുകൊണ്ട് ഒരു എണ്ണൽ സംഖ്യ ഉണ്ട്. ഇതുപോലെ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ n 11ാമത്തെ ടേം ആകുമ്പോൾ 11 + 1 12 അല്ലേ? 12/6 എന്ന് പറഞ്ഞാൽ 2 വരൂലേ? ക്ലിയർ. അതുപോലെ n 17 x 17 കാണുകയാണെങ്കിൽ 17ാമത്തെ ടേം എന്ന് പറയുന്നത് 17 + 1 18/6. 18/6 എന്ന് പറഞ്ഞാൽ 3 അല്ലേ? ഇനി അടുത്തത് 23 വരുമ്പോ 23 + 1/6 എന്നാൽ 24/6 അല്ലേ? അത് നമ്മൾ 4 അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ എണ്ണൽ സംഖ്യകളും ഈ ശ്രേണിയിൽ വരൂലേ? ക്ലിയർ. അപ്പൊ nth ടേം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പ്രോബ്ലത്തിന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. Next problem. Prove that the arithmetic sequence with the first term 1/3 and common difference 2/3 contains all odd numbers but no even numbers. ആദ്യപദം 1/3 പൊതുവ്യത്യാസം 2/3 ആയ സമാന്തര ശ്രേണിയിൽ എല്ലാ ഒറ്റസംഖ്യകളും ഉണ്ട് എന്നും ഒരു ഇരട്ട സംഖ്യയും ഇല്ല എന്നും തെളിയിക്കുക. ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ ഫസ്റ്റ് ടേം 1/3 ആണ്. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 2/3. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? ഈ ഒരു സീക്വൻസ് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിലെ ടേംസ് അല്ലെ? ആ ടേംസ് ഒറ്റ സംഖ്യ മാത്രമായിരിക്കും, ഇരട്ട സംഖ്യ ഇതിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കാണാം? ആദ്യം nth ടേം കാണാം. xn = dn + f - d. d എന്നുള്ള സ്ഥാനത്ത് ഇവിടെ എന്താ? 2/3 n plus f 1/3 minus 2/3. Then 2/3 n plus നോക്കാം, ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പൊ ന്യൂമറേറ്റർ നമ്മൾ ചെയ്താൽ പോരെ? 1 - 2. അപ്പോ 2/3 n plus 1 - 2 എന്ന് പറഞ്ഞാൽ -1/3. ഓക്കെ, then ഡിനോമിനേറ്റേഴ്സ് കൊണ്ട് സെയിം ആയില്ലേ? അപ്പോൾ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ നോക്കാം. 2n - 1. xn is equal to 2n - 1 എന്ന് പറയും. xn is equal to 2n - 1. അപ്പോൾ നോക്കാം, ഇവിടെ 2n - 1 ന്യൂമറേറ്ററിൽ 2n - 1 ആണ്, ഡിനോമിനേറ്ററിൽ എന്തുള്ളത്? 3 ആണ് അല്ലെ? അംശത്തിൽ 2n - 1 ഛേദത്തിൽ 3 ആണ്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 2n - 1 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് അല്ലേ? നോക്കൂ, 2 × 1 2, 2 - 1 1 അല്ലെ? ഞാൻ 2 × 2 ചെയ്യുകയാണെങ്കിൽ 4, 4 - 1 3. അതായത് 1 3 5 7 എന്നാണ് നമുക്ക് 2n - 1 ചെയ്തു കഴിഞ്ഞാൽ അതിലേക്ക് n ന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 1 3 5 7 എന്നാണ് കിട്ടുക അല്ലെ? പിന്നെ ഡിനോമിനേറ്റർ താഴെ ആരോ ഉള്ളത് 3 ആണ് അല്ലെ? അപ്പൊ നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഈ 2n - 1 നെ നമ്മൾ അവിടെ ഫാക്ടർ ആയിട്ട് 2 വരുന്നുണ്ടോ? 2 ഇരട്ട സംഖ്യ ആണെങ്കിൽ ഇരട്ട സംഖ്യ ആവണം എന്നുണ്ടെങ്കിൽ അവിടെ ഫാക്ടർ ആരുണ്ടാവും? 2 ഉണ്ടാവും അല്ലെ? പക്ഷെ ഇവിടെ ഈ 2n - 1 എന്ന് പറയുന്ന ന്യൂമറേറ്ററിലുള്ള ആ ഒരു സംഖ്യക്ക് 2 ഫാക്ടർ ആണോ? അല്ല. അതുകൊണ്ട് ഇവിടെ ഒരിക്കലും ആര് വരില്ല? ഇരട്ട സംഖ്യകൾ വരില്ല. കാരണം എന്താ? ഈ ന്യൂമറേറ്ററിലുള്ളത് ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ്. ആ ഓഡ് നമ്പേഴ്സിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 അതിന്റെ ഫാക്ടർ, ഓഡ് നമ്പേഴ്സിന്റെ ഫാക്ടർ ആയിട്ട്
3 വരുന്നുണ്ട്, പക്ഷെ ഈ ഓഡ് നമ്പേഴ്സിന്റെ ഫാക്ടർ ആയിട്ട് ആര് വരുന്നില്ല, 2 വരുന്നില്ല. അതുകൊണ്ട് ഈ സീക്വൻസിൽ എപ്പോഴും ഒറ്റ സംഖ്യകളായിരിക്കും, ഒരിക്കലും ഇരട്ട സംഖ്യകൾ വരും. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ സ്ക്വയേഴ്സ് ഓഫ് ഓൾ ദ ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 4, 7, 10 എക്സെട്ര ബിലോങ് ടു ദ സീക്വൻസ്. 4, 7, 10 എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെയെല്ലാം വർഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കുക. 4, 7, 10 അല്ലെ, 4, 7, 10 എന്ന് തുടരുന്ന ഈ ഒരു സമാന്തര ശ്രേണി, ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ ഇതിലെ ഓരോ നമ്പറിന്റെയും വർഗങ്ങൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 4ന്റെ വർഗം, 4ന്റെ സ്ക്വയർ എന്താ, 16. ആ 16 ഈ ശ്രേണിയിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് തെളിയിക്കണം. അങ്ങനെ എല്ലാ നമ്പേഴ്സും ഇതേ ശ്രേണിയിൽ തന്നെ ഉണ്ടെന്ന് തെളിയിക്കാം. നമ്മൾ നമ്പർ ആയിട്ട് നോക്കാം. 4ക്ക് എന്ത് കൂട്ടിയപ്പോഴാണ് 7 കിട്ടിയത്? 3 കൂട്ടിയപ്പോൾ അല്ലെ. 4, 3, 7, 7, 3, 10, 13, 16. നോക്കൂ, 4ന്റെ സ്ക്വയർ 16 വന്നില്ലേ? പക്ഷെ നമുക്ക് ആകെ ചിലപ്പോൾ അത് മാത്രമാണ് വന്നതെങ്കിലോ നമുക്ക് പറയാൻ പറ്റും, ഇല്ല, ചിലപ്പോൾ അത് മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ജനറലി നമുക്ക് എല്ലാ നമ്പേഴ്സും ഈ ഇതുപോലെ 7ന്റെ 49 കിട്ടിയിട്ടുണ്ട് എന്ന്, 10ന്റെ വർഗമായിട്ടുള്ള 100 ഈ ശ്രേണിയിലുണ്ട്. ഇങ്ങനെ ജനറൽ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. ആ ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആരെ ഉപയോഗിക്കാം? n-ാം പദം, nth ടേം അല്ലെങ്കിൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഉപയോഗിക്കാം. ശ്രദ്ധിക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ f എന്ന് പറയുന്നത് 4 ആണ്, d എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x n-ാം പദം എന്ന് പറയുന്നത് dn പ്ലസ് f മൈനസ്. ഓക്കെ, dn പ്ലസ് f മൈനസ്. d എന്ന് പറയുന്നത് 3n പ്ലസ് f ഇവിടെ 4 മൈനസ് 3. അപ്പോൾ 3n പ്ലസ് 1. n-ാം പദം xn എന്ന് പറയുന്നത് 3n പ്ലസ് 1 ആണ്. ഓക്കെ, അപ്പൊ 3n പ്ലസ് 1 ഇതിലെ ഈ ശ്രേണിയിലുണ്ടല്ലോ. 3n പ്ലസ് 1 എന്ന് പറയുന്ന ഈ അരിത്മെറ്റിക് സീക്വൻസ് അല്ലെ, ഈ ശ്രേണിയിലുള്ളതാണ്, ഈ സീക്വൻസിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിട്ടുള്ളത് xn സ്ക്വയർ അല്ലെ, ഈ 3n പ്ലസ് 1ന്റെ സ്ക്വയർ അതല്ലേ, അതായത് 4ന്റെ വർഗം അല്ലെ. അപ്പൊ 4 എങ്ങനെ കിട്ടുന്ന? 3n പ്ലസ് 1 ചെയ്ത് കിട്ടുന്നല്ലേ. 3n പ്ലസ് 1ലേക്ക് n 1 കൊടുത്തിട്ടല്ലേ കിട്ടുന്നത്. അപ്പം 3n പ്ലസ് 1ന്റെ വർഗം സ്ക്വയർ അല്ലെങ്കിൽ xn-ന്റെ സ്ക്വയറും ഇതിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ 3n പ്ലസ് 1 ഹോൾ സ്ക്വയർ, xn സ്ക്വയർ എന്ന 3n പ്ലസ് 1 ഹോൾ സ്ക്വയർ. അപ്പൊ xn സ്ക്വയർ ഈക്വൽ ടു 3n പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a പ്ലസ് b ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ. എന്തായിരുന്നു a പ്ലസ് b ഹോൾ സ്ക്വയർ? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. 3n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3n ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ അല്ലെ. a പ്ലസ് b ഹോൾ സ്ക്വയർ, a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ അല്ലെ. ആ രൂപത്തിൽ എഴുതി 3n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു a ഇൻറ്റു b, 3n ഇൻറ്റു 1 പ്ലസ് b സ്ക്വയർ. അപ്പൊ 3ന്റെ സ്ക്വയർ 9, n-ന്റെ സ്ക്വയർ n സ്ക്വയർ പ്ലസ് 3 2 6 ഇൻറ്റു 1 6n 6n പ്ലസ് 1, 6n പ്ലസ് 1. അപ്പോൾ ആ 9n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 1 അതാണ് നമുക്ക് xn സ്ക്വയർ കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് പോകുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഒരു ശ്രേണിയിൽ തന്നെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ അതേ ശ്രേണിയിൽ അതേ സീക്വൻസിൽ തന്നെ ആണോ അല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായി അല്ലെ. എന്തായിരുന്നു ചെയ്തിരുന്നത്? ആ ശ്രേണിയിലെ ഏത് നമ്പറിനെയും ആ ശ്രേണിയിലെ ഏത് സംഖ്യയും പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അല്ലെ, പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ സെയിം ആയിരിക്കും. അപ്പൊ നോക്കൂ, ഈ ശ്രേണിയിൽ ഇതാണ് നമ്മളെ പദങ്ങൾ എന്ന് പറയുന്നത്, ടേംസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ 3 കൊണ്ട് ഇപ്പൊ 4നെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞു, 3നെ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ എന്താ കിട്ടുന്നത്? 1 അല്ലേ. ഓക്കെ, 7നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 7ന് 6 വരെ പോകൂലേ അല്ലെ. 2 3 ഉണ്ട്, 6 വരെ പോകും, ബാക്കി ശിഷ്ടം 1 അല്ലേ. 10 ആണെങ്കിൽ 9 വരെ പോകും 3 അല്ലെ, ശിഷ്ടം 1 അല്ലേ. നോക്കാം, അതേ കാര്യം തന്നെ നമുക്ക് എന്ത് വെച്ച് പറയാൻ പറ്റും? ഈ ഒരു nth ടേം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ശ്രദ്ധിക്കാം, 3
3n+1 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, 3n+1 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ ഇത്? 3n എന്നാണ് 3ന്റെ മൾട്ടിപ്പിൾ. അപ്പൊ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പൂർണ്ണമായിട്ട് പോകൂലേ? എന്നാൽ 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ പോവോ? ഇല്ല. അപ്പൊ അവിടുത്തെ റിമൈൻഡർ എന്താ? 1 ആണ്. അപ്പൊ കാരണം ഈ ഒരു ടേം ഇതിലുള്ളതല്ലേ, ഇപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് വരണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 വരണം അല്ലെ? ഇനി സപ്പോസ് 3n+5/3 എന്നാണെങ്കിലോ ഇവിടുത്തെ റിമൈൻഡർ എന്താവും? ഈ 3n മുഴുവനായിട്ട് പോകും അല്ലെ? 3ന്റെ മൾട്ടിപ്പിൾ ആണ്, 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഈ ഇവിടെ ആണെങ്കിലോ 2 റിമൈൻഡർ ഉണ്ടാവും അല്ലെ? 3 വരെ പോകുന്നത് 4, 5 അങ്ങനെ 2 റിമൈൻഡർ ഉണ്ടാവും. ഇനി 3n+6 എന്നാണെങ്കിലോ, 3n+6 എന്നാണെങ്കിലോ അപ്പൊ നമ്മൾ 3n മുഴുവനായിട്ട് പോകും, 6/3 അതും പൂർണ്ണമായിട്ട് പോലെ. അപ്പൊ അവിടെ റിമൈൻഡർ ഉണ്ടാവോ? ഇല്ല. അപ്പൊ എന്താണ് റിമൈൻഡർ? 0. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതേ രൂപത്തിൽ നമ്മൾ ആരെ ചെയ്യാം? xn² 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിലെ ഓരോ പദങ്ങളുടെയും പവറും സ്ക്വയർ വർഗങ്ങൾ ഇതേ ശ്രേണിയിൽ തന്നെ ഇതേ സീക്വൻസിൽ തന്നെ ഉണ്ട് എന്ന് പറയാം അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. 9n² + 6n + 1/3. അപ്പൊ ഡിവൈഡ് ചെയ്ത് നോക്കാം. 9 എന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ 9? അപ്പൊ സ്വാഭാവികമായിട്ടും 9n² എന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കൂലേ? അപ്പൊ ഈ ഒരു ടേം പൂർണ്ണമായിട്ട് പോകൂലേ അല്ലെ? ഇനി അടുത്തത് 6n എന്ന് പറയുന്നത്, 6n 6 എന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അതായത് 6n എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കൂലേ? അപ്പൊ ഈ ഒരു ടേം പൂർണ്ണമായിട്ട് പോകും. ഇനി 1 പൂർണ്ണമായി പോവോ? ഇല്ല അല്ലെ? 1ൽ 3 പൂർണ്ണമായി പോകില്ല. അപ്പൊ റിമൈൻഡർ എന്താ? 1 ആണ്. വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് മാറ്റി എഴുതാം. 3 ഇൻറ്റു അല്ലെ 3 × 3n² + 2n + 1 ഡിവൈഡ് ബൈ 3. ഇങ്ങനെ എഴുതിക്കൂടെ? നോക്കാം. 3 × 3 9n², 3 × 2 6n. ഓക്കെ. അപ്പൊ എന്താ വെച്ചാൽ ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇത് പൂർണ്ണമായി പോകുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റി എഴുതുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? therefore 1 is റിമൈൻഡർ അല്ലെ? 1 റിമൈൻഡർ ആണെന്ന് കിട്ടും. അതുകൊണ്ട് ഈ ശ്രേണിയിലെ ഓരോ പദങ്ങളുടെയും വർഗങ്ങളും ഇതേ സീക്വൻസിൽ, ഇതേ അരിത്മെറ്റിക് സീക്വൻസിൽ, ഇതേ സമാന്തര ശ്രേണിയിൽ തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് തെളിയിക്കാം. ക്ലിയർ? ഒന്നുകൂടി പറയുന്നു. 4, 7, 10 എന്ന് പറയുന്ന സമാന്തര ശ്രേണി. അപ്പോൾ ഒന്നാമത്തെ പദം 4, കോമൺ ഡിഫറൻസ് 3, പൊതുവ്യത്യാസം 3. അപ്പോ ആദ്യം നമ്മൾ കണ്ടത് xn nth ടേം കണ്ടു 3n+1 എന്നത്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈ പദങ്ങളിലെ ഓരോ പദങ്ങളും അല്ലെ, ഓരോ പദങ്ങളും അതിന്റെ വർഗങ്ങൾ അതേ ശ്രേണി, അതേ അരിത്മെറ്റിക് സീക്വൻസിൽ തന്നെ ഉണ്ടാവുമോ എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കേണ്ടത് അല്ലെ? അത് തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പൊ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് 3n+1ന്റെ സ്ക്വയർ കാണും. കാരണം 3n+1 ഈ ശ്രേണിയിലുണ്ട്, ഈ അരിത്മെറ്റിക് സീക്വൻസിലുണ്ട്. അതുകൊണ്ട് അതിന്റെ വർഗവും അതിൽ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കണം. അപ്പൊ അതിന്റെ വർഗം കണ്ടു, സ്ക്വയർ a+b² എന്ന് പറയുന്ന ഈ ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് അതിനെ എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് 9n² + 6n + 1 എന്ന് അല്ലെ? ഇനി നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ, എന്ത് ഒരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ പദമാണോ അല്ലേ എന്ന് നോക്കാൻ ആ ഓരോ പദങ്ങളെയും, അരിത്മെറ്റിക് സീക്വൻസിന്റെ പ്രത്യേകത പ്രോപ്പർട്ടിയാണ്, ആ ഓരോ പദങ്ങളെയും കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ ശിഷ്ടം ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു സീക്വൻസിന്റെ അതേപോലെ നമ്മൾ ഓരോ സംഖ്യകളെയും ഓരോ ടേമിനെയും നമ്മൾ കോമൺ ഡിഫറൻസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് റിമൈൻഡർ വരും? 1 റിമൈൻഡർ വരുന്നു. അപ്പോൾ അത് നമ്മൾ nth ടേം വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ആ 1 റിമൈൻഡർ, അങ്ങനെയാണെങ്കിൽ xn² ഇതേപോലെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ് വരുന്നതെങ്കിൽ 1 ആണെന്നാണ് നമുക്ക് കിട്ടിയത് അല്ലെ? അതുകൊണ്ട് അങ്ങനെ 1 വന്നു. അതുകൊണ്ട് ഈ xn², അതായത് ആ സീക്വൻസിനെ, ആ അരിത്മെറ്റിക് സീക്വൻസിലെ ഓരോ പദങ്ങളുടെയും വർഗങ്ങളും ഇതേ അരിത്മെറ്റിക് സീക്വൻസിൽ തന്നെയാണ്, ഇതേ സമാന്തര ശ്രേണിയിൽ തന്നെയാണ് ഉള്ളത് എന്ന് നമ്മൾ തെളിയിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് the arithmetic sequence 5, 8, 11 etc. contains no perfect squares.
5, 8, 11 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിൽ പൂർണ്ണവർഗങ്ങളൊന്നും ഇല്ല എന്ന് തെളിയിക്കുക. ഈ പ്രോബ്ലത്തിൽ പറയുന്നത് 5, 8, 11 എന്ന് പറയുന്ന ഒരു സമാന്തര ശ്രേണി അല്ലേ? ആ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേമും 5 എന്ന് എഴുതാം. then d equal to 3 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ സമാന്തര ശ്രേണിയിൽ ഒറ്റ പൂർണ്ണവർഗവും ഇല്ല. പൂർണ്ണവർഗം തന്നെ ഈ സമാന്തര ശ്രേണിയിൽ വരുന്നില്ല എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ nth ടേം കാണാം. xn is equal to dn plus f minus d. d എന്ന് പറഞ്ഞാൽ 3n plus f എന്ന് പറഞ്ഞാൽ 5 minus 3. അപ്പൊ 3n plus 2. അപ്പൊ xn നമുക്ക് എന്ത് കിട്ടി? 3n plus 2 എന്ന് കിട്ടി. ക്ലിയർ? ഇനി അതിന്റെ വർഗം കാണാം അല്ലേ? x n സ്ക്വയർ വർഗം ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. വർഗം ഇല്ല എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ 3n plus 2 ന്റെ സ്ക്വയർ നേരത്തെ കണ്ട പോലെ തന്നെ a plus b whole സ്ക്വയർ വെച്ച് ചെയ്യാം. 3n സ്ക്വയർ plus 2ab അല്ലേ? 2 into 3n into 2 plus 2 സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് വരും? 9n സ്ക്വയർ plus 3 2 6 6 into 2 12 n plus 4 9n സ്ക്വയർ plus 12n plus 4. ഓക്കെ, ഇതാണ് എന്ത് വന്നത് നമുക്ക്? x n സ്ക്വയർ is equal to നിങ്ങളുടെ എഴുതുന്നു 9n സ്ക്വയർ plus 12n plus 4. ഇനി ശ്രദ്ധിക്കാൻ നമുക്ക് നോക്കേണ്ടത് ഈ വർഗം ഈ ശ്രേണിയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ വർഗം ഈ സ്ക്വയർ അതിനുണ്ടാവില്ല എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ശ്രേണി നേരത്തെ പോലെ തന്നെ ശ്രേണിയാണോ അല്ലെന്ന്, ശ്രേണിയുടെ പദമാണോ അല്ലെന്ന് നോക്കാം. 3n plus 2 ആണ് ഇവിടുത്തെ nth ടേം എന്ന് പറയുന്നത് അല്ലെ? അപ്പോ 3n plus 2 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ സെയിം ആവണം. അപ്പൊ നോക്കുക, 3ന്റെ മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് ഇത് പൂർണ്ണമായി പോകും. പക്ഷെ 2ൽ 3 പോലെ, അതുകൊണ്ട് റിമൈൻഡർ 2 ആണ്. ഇവിടെ നോക്കൂ, 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 2 അല്ലേ? 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 വരെ 3 പോകും അല്ലെ? 7, 8 അപ്പൊ റിമൈൻഡർ 2 ആണ്. 11 ആണെങ്കിൽ 9 വരെ പോകും, റിമൈൻഡർ 2 ആണ്. അത് നമുക്ക് ഈ ഒരു nth ടേം നമ്മൾ കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ ഇതിനെ അല്ലെ ഈ ഒരു xn സ്ക്വയറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് തന്നെയാണോ കിട്ടുന്നത് നോക്കാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കാം, 3ന്റെ മൾട്ടിപ്ലൈ അല്ലെ? ഇതിനെ ഞാൻ ഒന്ന് മാറ്റി എഴുതാണ്. 9n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 3 പ്ലസ് 1 ഡിവൈഡ് ബൈ 2. ഓക്കെ, ഈ 4നെ ഞാൻ എന്താക്കി? 3 പ്ലസ് 1 ഒന്നുമല്ല, ഈ 3ന്റെ മൾട്ടിപ്പിൾ എന്ന് തോന്നിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി എഴുതാൻ വേണ്ടി. അപ്പോൾ 3 into 3n സ്ക്വയർ പ്ലസ് നോക്കൂ, 12 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 4 അല്ലേ? 3 4 3 into 3 9n സ്ക്വയർ 3 into 4 3 12n പ്ലസ് 1 into 3 3 by 3 plus 1. ഈ പ്ലസ് 1 ഓക്കെ, 1 into 3 3 4 into 3 12n 3 into 3 9n സ്ക്വയർ ഡിവൈഡ് ബൈ 3 ഇവിടുത്തെ പ്ലസ് 1. ഓക്കെ, ഇത് നോക്കൂ, ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കാം 3ന്റെ മൾട്ടിപ്പിൾ ആണ്, അപ്പോൾ അതോട് പൂർണ്ണമായി ഇവിടെ പോകും. പക്ഷെ റിമൈൻഡർ എന്താണ്? 1 ആണ് അല്ലേ? റിമൈൻഡർ എന്താ വരുന്നത്? 1 ആണ് വരുന്നത്. പക്ഷെ നമുക്ക് ഇതിലെ ടേം ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടണം? 2 കിട്ടണം അല്ലെ? ഇവിടെ റിമൈൻഡർ എന്താ? റിമൈൻഡർ 2 ആണ് അല്ലെ? പക്ഷെ നമുക്ക് കിട്ടിയത് xn സ്ക്വയറിന്റെ റിമൈൻഡർ എന്താണ്? 1 ആണ്. അതുകൊണ്ട് ഇതിന്റെ പവർ ഒരിക്കലും എന്ത് വരില്ല? ഈ സീക്വൻസിൽ വരില്ല. അടുത്തത് ഈ ഭാഗത്തിലെ അവസാനത്തെ പ്രോബ്ലമാണ്. റൈറ്റ് ദ ഹോൾ നമ്പേഴ്സ് ഇൻ അരിത്മെറ്റിക് സീക്വൻസ് 11/8, 14/8, 17/8 എക്സെട്ര. ഡു ദേ ഫോം ആൻ അരിത്മെറ്റിക് സീക്വൻസ്? 11/8, 14/8, 17/8 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ
പൂർണ്ണസംഖ്യാ പദങ്ങളുടെ ശ്രേണി എഴുതുക. ഇത് സമാന്തര ശ്രേണി ആണോ? ഈ ഒരു പ്രോബ്ലത്തിൽ പറയുന്നത് 11/8, 14/8, 17/8 ഇങ്ങനെ തുടർന്ന് പോകുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ? അപ്പോ f is equal to 11/8, d കാണാം 14/8 minus 11/8 അല്ലെ? അപ്പൊ 8 കോമൺ ആണ്, ഡിനോമിനേറ്റർ തുല്യമാണ്, ന്യൂമറേറ്റർ തമ്മിൽ കുറച്ചാൽ മതി അല്ലെ? ഈക്വൽ ടു 14 11 പോയി കഴിഞ്ഞാൽ 3/8. അപ്പൊ കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം നമുക്ക് കിട്ടിയത് 3/8 ആണ് അല്ലെ? ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇതിലെ ഹോൾ നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതാൻ, പൂർണ്ണ സംഖ്യകളുടെ സീക്വൻസ് ശ്രേണി എഴുതാൻ. എന്നിട്ട് അത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ സമാന്തര ശ്രേണിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പോ ഇതിന്റെ പൂർണ്ണ സംഖ്യാ ശ്രേണി എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് nth ടേം കണ്ടുപിടിക്കാം, xn. കാരണം നമുക്ക് ഓരോന്നും എഴുതിയിട്ട് പൂർണ്ണസംഖ്യകൾ വരുന്നത് എഴുതിയെടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് സിമ്പിൾ ആയിട്ട് നമുക്ക് nth ടേം കണ്ടാൽ മതി. അപ്പൊ xn is equal to dn plus f minus d അല്ലെ? d എന്ന് പറയുന്നത് അവിടെ 3/8n plus f എന്ന് പറയുന്നത് 11/8 minus 3/8. 11/8 minus 3/8. അപ്പൊ 3/8n plus 8 താഴെ 11 minus 3. 11 minus 3 എന്ത് വരും? 8 അല്ലേ? That is 3/8n plus 3/8n plus 1. അപ്പൊ nth ടേം നമുക്ക് കിട്ടിയത് 3/8n plus 1. ഓക്കെ, ഇനി നോക്കുക, നമുക്ക് വേണ്ടത് എന്താ? പൂർണ്ണ സംഖ്യകളുടെ അല്ലെ? ഈ ശ്രേണി ഇങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ ഇതിൽ പൂർണ്ണസംഖ്യകൾ വരിക, നമ്മുടെ ഹോൾ നമ്പേഴ്സ് വരിക അല്ലെ? അപ്പൊ ആ ഹോൾ നമ്പേഴ്സ് വരുന്ന സംഖ്യകളാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് നോക്കാം. ഇവിടെ ഒരു ഹോൾ നമ്പർ ആണ് അല്ലെ? ഇവിടെ ഫ്രാക്ഷൻ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഫ്രാക്ഷൻസ് വരുന്നത് അല്ലെ? അപ്പം ഇവിടെയും എന്തായി മാറണം? പൂർണ്ണസംഖ്യയായി മാറണം. അപ്പൊ നോക്കാം, ഇവിടെ പൂർണ്ണസംഖ്യയായി മാറണം എന്നുണ്ടെങ്കിൽ ഈ n-ന് പകരം എന്ത് കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണസംഖ്യയാവും? നോക്കൂ, ഈ n-ന് ഞാൻ 8 കൊടുത്താൽ ഈ 8ഉം ക്യാൻസൽ ആയി പോലെ. അപ്പൊ ഇവിടെ ആര് മാത്രം ഉണ്ടാവുക? 3 + 1 4. അപ്പൊ ഈ n-ന് 8 കൊടുക്കുമ്പോൾ n-ന് 1 കൊടുത്തപ്പോൾ കിട്ടിയതാണ് 11/8, n-ന് 2 കൊടുത്തപ്പോൾ കിട്ടിയതാണ് 14/8, n-ന് 3 കൊടുത്തപ്പോൾ കിട്ടിയതാണ് 17/8. അങ്ങനെ കൊടുത്തു പോകുമ്പോൾ n-ന് 8 കൊടുക്കുമ്പോൾ മാത്രമല്ലേ ഇവിടെ നമുക്കൊരു ഹോൾ നമ്പർ കിട്ടുള്ളൂ. 3 + 1 4 അല്ലെ? ഈ അടുത്തത് എപ്പോഴേക്കാരും കിട്ടാം? ഇതേ 8ന്റെ മൾട്ടിപ്പിൾ, 8ന്റെ ഗുണനം ഏതാ? 16. 16 കൊടുക്കുകയാണെങ്കിൽ 16/8 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? ആ 2 × 3 3 2 6 1 7. അപ്പൊ നോക്കൂ, അപ്പൊ n-ന് ഒന്ന് എഴുതാണ് x8 എന്ന് പറയുന്ന എട്ടാമത്തെ എന്ന് പറയുന്നത് 3/8 × 8 + 1 അല്ലെ? 8ഉം 8ഉം പോയി, ബാക്കി 3 + 1 4. ഇനി x16 അല്ലെ? 3/8 × 16 + 1. ഈ 16/8 ഇത് പോയി കഴിഞ്ഞാൽ 2 അല്ലേ? 3 × 2 6 + 1 7. ഓക്കെ, അടുത്ത ഈ 16 ആൻസർ കൊടുക്കണം. 8ന്റെ മറ്റു മൾട്ടിപ്ലൈ ആയിട്ടുള്ള അടുത്ത് 2 3 24 കൊടുക്കണം അല്ലെ? 24 കൊടുത്തു കഴിഞ്ഞാൽ 24/8 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 3 ആണ് വരിക. ആ 3 3 9 + 1 10 അല്ലെ? അപ്പൊ എങ്ങനെയാണ് സീക്വൻസ് പോകുന്നത്? 4. അപ്പൊ ആ ശ്രേണി, പൂർണ്ണ സംഖ്യകളുടെ ശ്രേണി, ഹോൾ നമ്പേഴ്സിന്റെ ശ്രേണി എന്താവുന്നത്? 4 7 അല്ലെ? 4 7. അടുത്തത് എന്താവുന്നത്? 10 അല്ലെ? ഈ ശ്രേണി ഇങ്ങനെ തുടർന്നു പോകും. ഇനി ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ സമാന്തര ശ്രേണിയാണോ എന്ന ചോദ്യം സിമ്പിൾ അല്ലേ? 7 - 4 ചെയ്താൽ മതി. d = 7 - 4 which is equal to 10 - 7 that's equal to 3. ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട് അല്ലെ? പൊതുവ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാല് ഒരു ഭിന്നസംഖ്യകളുടെ ശ്രേണിയാണ്. ആ ഭിന്നസംഖ്യകളുടെ ശ്രേണിയിൽ
f is equal to 11/8, d equal to 3/8 നമ്മൾ കണ്ടെത്തി. then xn കണ്ടു. xn കണ്ടപ്പോൾ നമുക്ക് കിട്ടിയത് 3/8n plus 1 ആണ്. നമ്മളോട് പറഞ്ഞത് ഈ ഭിന്നസംഖ്യ ശ്രേണിയിൽ പൂർണ്ണസംഖ്യകളുടെ ശ്രേണി എഴുതാനാണ് പറഞ്ഞത്. ഇതിങ്ങനെ എഴുതി പോകുമ്പോൾ അതിന്റെ ഇടയിൽ പൂർണ്ണസംഖ്യകളൊക്കെ വരാം, ഹോൾ നമ്പേഴ്സ് വരാം. ആ നമ്പേഴ്സ് മാത്രം എടുത്ത് എഴുതിയിട്ടുള്ള ശ്രേണി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ആ ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതി പോലെ നടക്കൂല. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? nth ടേം കണ്ടു. nth ടേം കണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചെന്താ, ഈ ഭാഗം ഹോൾ നമ്പർ ആണ് അല്ലെ. പക്ഷെ ഈ ഒരു ഫ്രാക്ഷൻ ഇതിലേക്ക് കൂട്ടുമ്പോഴാണ് ഫ്രാക്ഷൻ ആയി മാറുന്നത്. അപ്പൊ എപ്പോഴാണ് ഈ ഫ്രാക്ഷൻ ഒഴിവാവുക, ഈ ഭിന്നസംഖ്യ എപ്പോഴാണ് ഒഴിവാവുക അല്ലെ? ഈ 8 ആണ്, ഇവിടെ താഴെ ഡിനോമിനേറ്ററിൽ 8 ആണ്. അപ്പൊ അതിന്റെ മൾട്ടിപ്പിൾ പറയും. ഈ ഡിനോമിനേറ്ററിൽ 7 എന്നാണെങ്കിലോ ഇവിടെ 7ന്റെ മൾട്ടിപ്പിൾസ് കൊടുത്താൽ മതി. ഈ ഡിനോമിനേറ്ററിൽ 5 എന്നാണെങ്കിലോ 5ന്റെ മൾട്ടിപ്പിൾസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഹോൾ നമ്പേഴ്സ് ആയി മാറും. അതാണ് ഇവിടുത്തെ ഐഡിയ. ഓക്കെ, ഇങ്ങനെ പല നമ്പേഴ്സ് വെച്ചിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ താഴെ ഏതാണോ ഡിനോമിനേറ്ററിൽ ഏതാണോ നമ്പർ അതിന്റെ മൾട്ടിപ്പിൾ n കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് ഹോൾ നമ്പർ ആയിട്ട് കിട്ടും. അപ്പൊ ആ ഹോൾ നമ്പർ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ 4, 7, 10, 7. അപ്പൊ അത് ആ ശ്രേണി നമുക്ക് അതിന്റെ ടി കോമൺ ഡിഫറൻസ് എടുക്കുന്നു. ആ കോമൺ ഡിഫറൻസ് 3 ആണെന്ന് കിട്ടും. അതുകൊണ്ട് ഒരു സമാന്തര ശ്രേണിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് പഠിക്കാനുള്ളത്. അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സമാന്തര ശ്രേണികളുടെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്, ബീജഗണിത രൂപങ്ങളാണ്. അതിൽ നമ്മൾ ഇക്വേഷൻസ് പഠിച്ചു. dxn is equal to dn plus f minus t. അതുപോലെ ആ ഇക്വേഷന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു അല്ലെ. ജനറൽ എക്സ്പ്രഷൻ xn is equal to an plus b. അതിന് a എന്ന് പറയുന്നതാണ് കോമൺ ഡിഫറൻസ്. a plus b എന്ന് നമുക്ക് ചെയ്ത് കിട്ടുന്നതായിരിക്കും ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. നമുക്കൊരു nth ടേം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ നമുക്ക് അതിന്റെ ഫസ്റ്റ് ടേമും അതുപോലെ കോമൺ ഡിഫറൻസും ആ nth ടേം നോക്കിയിട്ട് തന്നെ നമുക്ക് പറയാം. പിന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പല തരത്തിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനുകളും നമ്മൾ ചെയ്തു. ഇനി അടുത്ത പാർട്ടിലേക്ക് നമുക്ക് പോകേണ്ടത് അരിത്മെറ്റിക് സീക്വൻസിന്റെ തുകയാണ്, സം ഓഫ് സീക്വൻസ്. അരിത്മെറ്റിക് സീക്വൻസിന്റെ തുകകൾ. ഓക്കെ, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഒന്നുകൂടെ വീട്ടിൽ നിന്ന് ചെയ്തു നോക്കുക. പുതിയ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറുകളൊക്കെ വെച്ചിട്ട് സീക്വൻസുകൾ ഉണ്ടാക്കി അതിന്റെ nth ടേം കാണാം. പിന്നെ an plus b ഫോമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ nth ടേമുകൾ എഴുതി അതിന്റെ സീക്വൻസ് തിരിച്ച് സീക്വൻസ് എടുക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക.